ഇപ്പോൾ 2021 ഉഷ എന്ന അമ്മയുടെ സർജറിയുടെ തലേ ദിവസം അവരെ ചികിത്സിക്കുന്ന ലളിതാംബിക എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ വീട്ടിൽ പോയിട്ട് 2000 രൂപ സർജറിയുടെ പാരിതോഷികമായി കൊടുത്തു. അപ്പോൾ ആ പൈസയും വാങ്ങിക്കൊണ്ടാണ് ആ ഡോക്ടർ ഇത്തരത്തിലൊരു ക്രൂരത ഈ അമ്മയോട് കാണിച്ചത്. 5 വർഷക്കാലം ഈ അമ്മ വേദന കടിച്ചമർത്തി ജീവിച്ചു. നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയുടെ സർക്കാർ മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് സ്ഥിതി ചെയ്യുന്ന ആ മെഡിക്കൽ കോളേജിൽ 2021 ഉഷ എന്ന് പറയുന്ന ഒരു അമ്മയ്ക്കൊരു സർജറി കഴിഞ്ഞു. അപ്പോൾ ലളിതാംബിക എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് ആ അമ്മയെ സർജറിക്ക് വിധേയമാക്കിയത്. അപ്പോൾ ആ സർജറി കഴിഞ്ഞതിന് ശേഷം ആ അമ്മയ്ക്ക് സ്ഥിരമായി വയറിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്തും വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ തൊഴിലുറപ്പിലൂടെ ഉപജീവനം നടത്തി വന്ന ആ അമ്മയ്ക്ക് ഈ ഒരു വേദന സ്ഥിരമായി വന്നതിന് ശേഷം അവരുടെ തൊഴിലിലേക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ നിർബന്ധിതമായി ഇരിക്കേണ്ട സ്ഥിതിയിലേക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെ കൊണ്ടുചെന്നെത്തിച്ചു. ഇപ്പോൾ സർജറിക്ക് ശേഷം നിരന്തരമായി കടുത്ത വേദന അനുഭവപ്പെട്ട ഈ അമ്മ മകനെയും കൂട്ടി സർജറി ചെയ്ത അതേ ഡോക്ടറായ ലളിതാംബികയെ അടുത്ത് പോയി. അപ്പോൾ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്ക് വൃക്കയിൽ കല്ലാണ്, അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദന മാറും. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡോക്ടറെ പോയി കാണുക എന്നാണ് അവർ നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ പാവങ്ങൾ അത് വിശ്വസിച്ച് 5 വർഷക്കാലം അതിനുള്ള മരുന്ന് കഴിച്ചു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. കാരണം അതുമാത്രമല്ല, വേദന കടുക്കുമ്പോൾ ഡോസ് കൂടി ഇഞ്ചക്ഷനുകളാണ് അമ്മ എടുത്തുകൊണ്ടിരുന്നത്. ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 1 മണിക്കൂർ ഒരു ആശ്വാസം കിട്ടും. നമുക്ക് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലം അവർ വേദന കടിച്ചമർത്തി നരകതുല്യമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്നാണ്. അവർക്ക് പുറത്തു പോകണമെങ്കിൽ പാമ്പേഴ്സ് ധരിക്കണം. കാരണം ഏത് സമയത്താണോ മൂത്രമൊഴിക്കേണ്ടതെന്ന് അവരുടെ കയ്യിലല്ല കൺട്രോൾ. അപ്പം അതുകൊണ്ട് അവർക്ക് പുറത്തു പോകുമ്പോൾ പാമ്പേഴ്സ് ധരിച്ചേ പോകാൻ കഴിയും. ഒരു തുള്ളി മൂത്രം പോയാൽ തന്നെ ഭീകരമായ വേദനയാണ് ആ അമ്മ കടിച്ചമർത്തിയത്. അതാണ് ആ അമ്മ ഇന്ന് ആ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇപ്പോൾ 5 വർഷത്തിന് ശേഷവും വേദനയ്ക്ക് യാതൊരു മാറ്റവുമില്ലാതെ വന്നപ്പോൾ ആ അമ്മ നാസർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടറോട് ഇത്തരത്തിലുള്ള വേദനകളെല്ലാം താൻ അനുഭവിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചു ഒരു സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ എക്സ്റേ എടുക്കാൻ വേണ്ടി പോയി. എക്സ്റേ എടുത്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കാര്യം അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്റേയിൽ ഒരു കത്രിക കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ അമ്മ ആ സംഭവത്തിനെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കടിച്ചമർത്തിയ വേദനയുടെ യഥാർത്ഥ കാരണക്കാരൻ ആരായിരുന്നു എന്നും ആ എക്സ്റേ കണ്ടപ്പോഴാണ് അമ്മ മനസ്സിലാക്കിയത്. അപ്പോൾ കത്രികയുടെ ചിത്രം പതിഞ്ഞ എക്സ്റേയുമായി ആ അമ്മ നേരെ പോയത് അവരെ സർജറിക്ക് വിധേയമാക്കിയ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറുടെ അടുത്താണ്. അപ്പോൾ ആ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് പുറത്ത് പറയരുത്, ആരും അറിയരുത്, നമുക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആ ഡോക്ടർ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച വരൂ, തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ചൊവ്വാഴ്ച ചെറിയൊരു മൈനർ സർജറിയിലൂടെ അത് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അനാസ്ഥാപരമായ ഒരു കാര്യം ചെയ്തിട്ട് ഇത് പുറംലോകം അറിയരുത് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആ ഡോക്ടർ അത്തരത്തിലുള്ള ഒരു കാര്യം ആ അമ്മയോട് പറഞ്ഞത്. നിങ്ങൾ അത്രത്തോളം നികൃഷ്ടമായുള്ള ചെയ്തിയല്ലേ അന്ന് ചെയ്തത്? അങ്ങനെയല്ലേ നിങ്ങളുടെ സർജറിക്ക് ഉപയോഗിക്കുന്ന ഒരു കത്രിക ആ പാവപ്പെട്ട അമ്മയുടെ വയറിനുള്ളിൽ കുടുങ്ങി നിങ്ങൾ കുത്തിത്തച്ചവരെ വിട്ടത്? അപ്പോൾ ഇതിന് ആരുത്തരം പറയും? അവരുടെ വിലപ്പെട്ട 5 വർഷങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് വില കൊടുക്കാൻ കഴിയുമോ? എത്ര രൂപ കൊടുത്താലും അവർ കടിച്ചമർത്തിയ വേദനയ്ക്ക് നിങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയുമോ? അതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആ അമ്മ ഇന്ന് ചാനലിൽ പറഞ്ഞത്, എനിക്കിനി ആ വണ്ടാനത്ത് ആശുപത്രിയിലേക്ക് ഒരു സർജറിക്ക് കൂടെ പോകാനുള്ള ധൈര്യമില്ല എന്നാണ്. അപ്പോൾ അവർ അത്രത്തോളം വേദന അനുഭവിച്ചു കഴിഞ്ഞു 5 വർഷവും. അപ്പം അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ അമ്മയെപ്പോലെ തന്നെ ഇത് കാണുന്ന ഓരോരുത്തരും പേടിക്കുകയല്ലേ? സർക്കാർ ആശുപത്രികൾ നമ്മൾ എന്ത് വിശ്വസിച്ച് പോകുമെന്നുള്ള ഒരു നിലയിലേക്കല്ലേ ഇത്തരത്തിലുള്ള ഡോക്ടർമാർ ഈ ആശുപത്രിയുടെ ആരോഗ്യ സംവിധാനങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോലെയുള്ള നികുതിദായകരുടെ നികുതി പണം എടുത്തല്ലേ അവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ട് ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഇത്തരം ഡോക്ടർമാരുടെ ഇടപെടലുകൾ കേരളത്തിനെ കൂടുതൽ താഴ്ചയിലേക്ക് ഇടിച്ചു താഴ്ത്തുകയല്ലേ ചെയ്യുന്നത്? രോഗികളെ കൃത്യമായി നോക്കാത്ത ഡോക്ടർമാരുണ്ട്. അവരുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ സർജറികൾ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അത്തരം ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് ജീവൻ വരെ പൊലിഞ്ഞ എത്രയോ പേർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറെയും അവരെ കൂടെ ഉണ്ടായിരുന്നവരെയും അടിയന്തരമായി തന്നെ മാതൃകാപരമായ നടപടി കേരള സർക്കാർ എടുക്കണമെന്നാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.